നമുക്ക് ആവറേജസിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 3 men A, B and C is 84 kilogram. Another man D joins the group and the average now becomes 80 kilogram. If another man E whose weight is 3 kilogram more than that of D replaces A, then the average weight of B, C, D and E becomes 78 kilogram. The weight of A is. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്നത് എയുടെ വെയിറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഹിൻസ് തന്നിട്ടുണ്ട്? എ ബി സി ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് 84 കിലോഗ്രാം ആണ് നമ്മളോട് പറയുന്നുണ്ട്. എ ബി സി ഗ്രൂപ്പിൽ 3 പേരുള്ളൂ. ഇനി ആ ഗ്രൂപ്പിലോട്ട് നാലാമതായിട്ട് ഒരാളും കൂടി ജോയിൻ ചെയ്തു, ഡി എന്ന് പറഞ്ഞിട്ട് ആള്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് ഇപ്പൊ എത്രയായി? 80 കിലോഗ്രാം ആയി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ എ ബി സി ഡി ഗ്രൂപ്പില്ലേ, അതിലെ എ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഇ എന്ന് പറഞ്ഞ ആളെ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇപ്പോ ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? ബി, സി, ഡി, ഇ. അപ്പോൾ അതിന്റെ ആവറേജ് വെയിറ്റ് എത്രയായി? 78 കിലോഗ്രാം ആയി. പിന്നെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇ എന്ന് പറഞ്ഞ ആളുടെ വെയിറ്റ് ഡി എന്ന് പറഞ്ഞ ആളുടെ വെയിറ്റിനേക്കാളും 3 കിലോഗ്രാം കൂടുതലായിരിക്കും എപ്പോഴും. അപ്പോൾ ഇത്രയും ഹിൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം വായിക്കുമ്പോൾ ഇത് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും. ആക്ച്വലി ക്വസ്റ്റ്യൻസ് ട്രിക്കി അല്ല, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയാലോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ബി സി ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് എന്നുണ്ട്. അപ്പോൾ അതിന്റെ ടോട്ടൽ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? വെയിറ്റ് ഓഫ് എ പ്ലസ് വെയിറ്റ് ഓഫ് ബി പ്ലസ് വെയിറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ടോട്ടൽ വെയിറ്റ്, ടോട്ടൽ സം ഓഫ് വെയിറ്റ് ആണ്. അപ്പോൾ ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഇത്ര ചെയ്താൽ മതി, ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ആവറേജ് 84 കിലോഗ്രാം ആണ്, ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 84 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 252 കിലോഗ്രാം. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിയുടെ വെയിറ്റ് ആണ്. ഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ ബി സി ഡിയുടെ വെയിറ്റ് അറിയണം, ടോട്ടൽ വെയിറ്റ് അറിയണം. അപ്പോൾ ഇത് മുന്നേ ചെയ്ത മാതിരി തന്നെ എ ബി സി ഡി ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് എന്നുണ്ട് 80 കിലോഗ്രാം, ടോട്ടൽ നമ്പർ നമുക്കറിയാം 4. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു 4 × 80 ഈസ് ഈക്വൽ ടു 320. ഇനി വെയിറ്റ് ഓഫ് ഡി എത്ര? 320 മൈനസ് 252. 322 മൈനസ് 252 എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഗ്രൂപ്പിന്റെ വെയിറ്റ് മൈനസ് എ ബി സി ഗ്രൂപ്പിന്റെ വെയിറ്റ് പോയി കഴിഞ്ഞാൽ ആരുടെ വെയിറ്റ് ബാക്കി ഉണ്ടാവുക? ഡി എന്ന് പറഞ്ഞ ആളുടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയുടെ വെയിറ്റാണ്. ഇയുടെ വെയിറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇയുടെ വെയിറ്റ് എപ്പോഴും ഡിയുടെ വെയിറ്റിനേക്കാളും 3 കിലോഗ്രാം കൂടുതലായിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എ ബി സി ഡി ഇയുടെ എന്ന് പറയുക, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ വെയിറ്റാണ്. അപ്പോൾ ബി സി ഡിയുടെ വെയിറ്റ്, ബി സി ഡി ഇയുടെ വെയിറ്റ് നമുക്കറിയാം. എ ബി സി ഡിയുടെ വെയിറ്റ് നമുക്കറിയാം എത്ര? എ ബി സി ഡിയുടെ വെയിറ്റ് 320 ആണ് നമുക്കറിയാം. അതിലോട്ട് ഇയുടെ വെയിറ്റും കൂടി ആഡ് ചെയ്താൽ മതി. 320 + 71 വിച്ച് ഈസ് ഈക്വൽ ടു 391. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് എ ബി സി ഡി ഇ കിട്ടി. ഇനി ഇയുടെ വെയിറ്റ് ആരെ? ബി സി ഡിയുടെ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? 78 ബി സി ഡി ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് നമുക്കറിയാം. അപ്പോൾ 78 × 4 ചെയ്യുമ്പോൾ നമുക്ക് എ ബി സി ഡി ഇ എന്ന ഗ്രൂപ്പിന്റെ ടോട്ടൽ വെയിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര? 78 × 4 312 കിലോഗ്രാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറഞ്ഞ ആളുടെ വെയിറ്റ്. എ എന്ന് പറഞ്ഞ ആളുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ബി സി ഡി ഇയുടെ വെയിറ്റിൽ നിന്ന് ബി സി ഡി ഇയുടെ വെയിറ്റ് കുറച്ചാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 391 മൈനസ് 312 ദാറ്റ്സ് ഈക്വൽ ടു 79 കിലോഗ്രാം. അപ്പോൾ വെയിറ്റ് ഓഫ് എ എത്ര? 79 കിലോഗ്രാം.